ഫ്രീ ആയിട്ട് കുഴിമന്തി എന്നാ പറ്റുന്ന നിങ്ങൾ വിശ്വസിക്കോ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ എന്തൊരു വെയിലാണിത്. എന്റെ അടുത്താണൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ആരെങ്കിലും വണ്ടിക്ക് ഇതേമാരത്തെ കാല് കയറ്റിയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് മിഥിലാജിക്കാന്റെ പടക്കുതിര എന്നും ഡിഫറന്റ് ആയി മാറി നിൽക്കുന്നത്. നമ്മൾ നേരെ പോയത് പോയതിന്റെ ഈ കണ്ണാണ് കണ്ടം വൈ വണ്ട കണ്ണം വൈ വണ്ടെന്ന് പറഞ്ഞത്. ക്യാമറ പിടിച്ചാൽ നിൽക്കണ നമ്മളെ കണ്ടപാട് ചെക്കൻ വണ്ടിയാണ്ട് ഒളിച്ചു നിൽക്കും. പടക്കുതിരനെ ഒരു വൈക്ക് സൈഡാക്കിയാണ് നമ്മൾ നേരെ ഈ പാലത്തമ്മക്കാണ് ഇന്ന് നടന്നു പോണ വൈക്ക് നല്ല കിടില ഹട്ടുകളും കാര്യങ്ങളൊക്കെ. ഈ ഫ്രിഡ്ജ് ഇവിടെ എന്തിനു കൊടുന്ന എന്തിനെങ്കിലും ആവട്ടെ നമ്മളെ പരിപാടി നടക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പാലം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതാ സുബ്ഹാനല്ലാഹ്, പാലത്തമ്മ കേറുന്ന ഭാഗത്തിന്റെ 3 വലിയ തൊളഹൊക്കെ ഉണ്ട്. വരുന്നവരെന്തായാലും ശ്രദ്ധിക്കുക. പാലം കാണാൻ മാരക വൈബാണ്. നമ്മളെ തിരുവനന്തപുരത്തെ ഞങ്ങളെ ചെറുപ്പത്തൊക്കെ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആട്ടത്. വരെന്നൊക്കെ 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തണമെന്ന് ഞങ്ങളെ ചെറുപ്പത്തിൽ ഫുള്ള് പെടുന്നത്. പിന്നെ ആ കാണാണ് നമ്മളെന്നും പോണ വയ്യ. വള്ളത്തിൽ പ്രതിഫലിച്ച മിഥിലാജിക്കാന്റെ കോലം കണ്ടിട്ട് മിഥിലാജിക്കന്റെ ആകെ സന്തോഷത്തിലായിരിക്കും. പിന്നെ തൂക്കുപാലത്തും വന്ന ചെറുക്കന്മാരെ ആകെ ഹോബിയുള്ള തൂക്കുപാലം മുടിച്ചൊന്ന് കുലിക്കുക എന്നുള്ളത്. പക്ഷെ സംഭവം അത്രക്കാണ് കുലുങ്ങണി. പാലത്തിന്റെ വ്യൂ കണ്ടിട്ട് ആകെ അമ്പരന്ന് പോയ മിഥിലാജിക്കാരാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്താ മിഥിലാജിക്കാന്റെ ഒരു പൊലിവ്. പാലത്തും ഇങ്ങനെ നിന്നാ നാട്ടിനടുത്ത് നല്ല ചീത്തക്കുന്നുള്ളതുകൊണ്ട് അപ്പുറത്ത് കണ്ട് നടന്ന്. അപ്പോഴാണ് നമ്മളവിടെ ഒരു മുങ്ങിപ്പോവാനൊരു തോണിനെ കണ്ടത്. ഈ കാണാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ണെന്നറിയപ്പെടുന്ന വരാ. ഇതിന് മലപ്പുറത്ത് തന്നെ പല സ്ഥലത്തും ബിലാൽ എന്നൊക്കെ പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ മീനിന് പറഞ്ഞ പേര് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യും. പിന്നെ ഈ പോണതാണ് നമ്മളെ സ്വന്തം കോലുമീൻ. തിരിച്ചിറങ്ങാൻ നേരത്തെ മിഥിലാജിക്കാന്റെ ഒരു കാലി തൊളഹേക്ക് പോകേണ്ടതെന്ന് അള്ളാഹു കാത്ത്. ആരെങ്കിലും ഈ വൈക്ക് വരണമെന്നുണ്ടെങ്കിൽ പ്രത്യേക ആ കുയ്യൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. അത് മാത്രമല്ല ഈ പൊളിഞ്ഞ തോണി ഇവിടെ ഉള്ളതാണ്. മദർസിന്ന് കിട്ടിയ ചീരിനി തരുമെന്ന് വെച്ചപ്പോ നമ്മളെടുത്ത് ആദ്യം ഓടി കഴിച്ചിലായിരിക്കും. അപ്പൊ ഇന്നത്തെ കാഴ്ച എത്ര ഉള്ളൂ. അപ്പൊ ശരി, മാ സലാമ.